ഉപയോഗിച്ചു എന്നതായി കൂടെ. അങ്ങനെ അറബി ഭാഷയിലുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. മഹാന്മാരായ ആധികാരിക മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല പെണ്ണിനോട് സംവദിക്കാനുള്ള കാരണം? സംഗതി ചില ജന്തുക്കളെ ആണായാലും പെണ്ണായാലും പെണ്ണിന്റെ സ്വരത്തിൽ പറയും, ചില ജന്തുക്കൾ ആണായാലും പെണ്ണായാലും ആണിന്റെ സ്വരത്തിൽ പറയും. അതിൽ പെട്ടതല്ലല്ലോ തേനീച്ച. അവിടെയാ വിഷയം. അത് മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. തേനീച്ച അതിൽ പെട്ടതല്ല. ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും പറയുന്ന ജന്തുവാണ്. എന്നിട്ട് എന്തുകൊണ്ട് പെണ്ണിനെ പറഞ്ഞു? പിന്നെ അതിന് അക്കാലത്ത് അവർ കണ്ടെത്തിയ മറുപടി അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ സലാമത്താക്കട്ടെ. കാരണം അന്ന് അവർ കണ്ടെത്തിയത് ഏറ്റവും വലിയൊരു സംഗതിയാണ്. അവരെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ. ആ കാലഘട്ടത്തിൽ അവരതിനൊരു മറുപടി പറഞ്ഞു. ഏതോ ഒരു നാട്ടുകാർ അറബി ഭാഷയിൽ എന്ത് ചെയ്യാറുണ്ട്? രണ്ടിനെയും ഒരേ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അവരുടെ ഭാഷ അനുസരിച്ചാവാമെന്ന് പറയുമ്പോൾ അന്ന് ഖുർആനിന്റെ എതിരാളികളെ പ്രതിരോധിക്കാൻ മാത്രം മതിയായ മറുപടിയാണത് തീർച്ചയായിട്ടും. പക്ഷേ ഏതോ ഒരു നാട്ടുകാരിലേക്കോ ഒരു കബീലയിലേക്കോ ഇറക്കിയതല്ലല്ലോ ഖുർആൻ. പക്ഷെ പിൽക്കാലത്ത് ഓരോ സംഗതികൾ പിന്നെങ്ങനെ ബോധ്യപ്പെടുള്ളൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മഹാമഹാ അത്ഭുതങ്ങള് നമ്മൾ പിന്നീട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഖുർആനിന്റെ ശൈലി അതാണ്. ഒക്കെ ആദ്യം കാണിച്ചു തരൂല. ഒക്കെ ആദ്യം കാണിച്ചു തന്നാൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ ലോകം നോക്കുങ്ങള് JCB എങ്ങാനും ഒരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇന്ന് ലോകം ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ ഉണ്ടാവാൻ അത് ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് തീരാൻ പറ്റുള്ളൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അത്ഭുതങ്ങളൊക്കെ ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് പൂർത്തിയാകാവൂ. അല്ലെങ്കിൽ അത് കുറച്ച് മുമ്പ് കണ്ടാ ഇവിടെ ഉണ്ടാവുമോ ലോകം? JCB കണ്ടുപിടിച്ച് കൊല്ലങ്ങളായപ്പോഴേക്ക് ഇതാ ലോകം ചത്തു തുടങ്ങി, നശിച്ചു തുടങ്ങി. ഇതൊരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിരുന്നു കഥ, ഉറപ്പാണ്. അപ്പൊ അല്ലാഹു തആല ഖിയാമത്തോട് അടുക്കുമ്പോഴേ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞത്, സനുരീഹിം, ജനങ്ങൾക്ക് പിന്നീട് ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആയാതിനാ ഫിൽ ആഫാഖ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ കണ്ടെത്തിയപ്പോ നോക്ക് നിങ്ങൾ, എന്തൊരു ഭംഗിയുണ്ട് ഖുർആൻ ഓതാൻ. ആരുടെ മുമ്പിലും നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യരിശൂൻ. തേനീച്ച 3 വിഭാഗമാണെന്നതുമായി, പെണ്ണാണ് കൂടുണ്ടാക്കുന്നതെന്നുമായി. ഇനി തേനുണ്ടാക്കുന്നതോ സുമ്മക്കുലി, കണ്ടോ, സുമ്മക്കുൽ എന്നല്ല, സുമ്മക്കുലി, പിന്നെ നീ പോയി തിന്നണം. അതും പെണ്ണിനോടാ പറയുന്നത്. മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിലും എല്ലാ പൂമ്പൊടികളും നീ ശേഖരിക്കണം. മിൻ കുല്ലി സമറാത്ത്, അങ്ങനെ നീ കിലോമീറ്ററുകൾ പോയിട്ടുണ്ടാകും ഒരു പക്ഷേ പൂമ്പൊടി കിട്ടാൻ. തിരിച്ചു പോരാൻ നിനക്ക് വഴിയറിയോ എന്ന ടെൻഷൻ വേണ്ട. ഫസുരുകി സുബുല റബ്ബികി ദുലുലാ, നിന്റെ റബ്ബ് നിനക്ക് ഒരുക്കി തന്ന വഴികളിലൂടെ നിനക്ക് തിരിച്ചു പ്രവേശിക്കാം. കണ്ടങ്ങള്, എത്ര കിലോമീറ്റർ പോയാലും വഴി പിഴക്കാതെ വരാൻ കഴിയും തേനീച്ചക്ക്. അത് തേനീച്ചയുടെ പ്രത്യേകതയാണ്, ഒട്ടകത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ കുറെ ജീവികളുണ്ട്, എത്ര പോയാലും അതേ വഴിയിൽ തിരിച്ചു വരാൻ കഴിയും. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്. അവിടെയൊക്കെ ചിന്തിക്കാനുണ്ട്. അതിന്റെ ഒക്കെ അപ്പുറത്ത് വേറെയും കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എനിക്കത് പറയാനുള്ള സമയമല്ലല്ലോ എന്നുള്ള വിഷമമാണ്. കാരണം ആരൊക്കെ ചോദിക്കാറുണ്ട്, പണ്ടത്തെ മാതിരിയല്ല, ഇപ്പൊ തേനൊന്നും ഇങ്ങോട്ട് കുടിച്ചിട്ട് ഇങ്ങോട്ട് ഫലിക്കണില്ല. ഖുർആൻ പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശേഷം പറയുന്നുണ്ട് അതിൽ ഔഷധ വീര്യമുണ്ട്, അത് ഔഷധ ഗുണമുള്ളതാണ്. അധിക ഉസ്താദുമാരുടെ അടുത്തും ചെന്നാൽ ചികിത്സിക്കുന്ന ഉസ്താദുമാർ തേൻ വലിയൊരു ഔഷധമാണ്. അതുപോലെ തന്നെ വൈദ്യന്മാരുടെ അടുത്ത് ചെന്നാൽ തേൻ അവർ അധിക മരുന്നുകളിലും ചേർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താ ഫലിക്കാത്തത്? ഫലിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താ പറയുക, നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞ സ്വാതന്ത്ര്യം വിട്ടുകളിച്ചപ്പോഴാ. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്. അള്ള തേനീച്ചനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് തേനീച്ചനെ സ്വതന്ത്രമായിട്ട് നമ്മൾ വിടണം. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പൂമ്പൊടിയും ശേഖരിക്കണം. അപ്പൊ എല്ലാ പൂവുകളുടെയും തേൻ ശേഖരിക്കുമ്പോൾ അത് അതിന്റെ ആ മിക്സ്ഡ് ഗുണമാണ് യഥാർത്ഥത്തിൽ ഈ ഔഷധ വീര്യം. അതില്ലാതെ ആകുകയാണ് എന്തേ, നമ്മൾ തേൻ വളർത്താൻ തുടങ്ങി. തേൻ വളർത്തുന്നതിനെ കുറ്റം പറയല്ല, നല്ല ഹലാലായ ഒരു പണിയാണ്, അതിനല്ല കുറ്റം പറയുന്നത്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും എന്നറിയങ്ങൾ, ഈ പൂമ്പൊടിയൊന്നും ഇല്ലാത്ത കാലത്ത്, പൂവും കായൊന്നും കൂടുതലില്ലാത്ത കാലത്ത് ഉടമകൾ ഒരു ചെറിയ കളി കളിക്കും. അവർ നല്ല ചക്കര കുഴച്ചട വെച്ചു കൊടുക്കും. കൂട്ടിന്റെ അടുത്ത് ചക്കര കുഴച്ച് പഞ്ചാര കുഴച്ചട വെച്ചു കൊടുക്കും. ഇത് തിന്നിട്ട് ഇത് തേനാവുമ്പോ പിന്നെ അതിനുള്ള ഗുണം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അള്ളാഹു പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കണം. അതെവിടെ ഉള്ളതെങ്കിൽ എത്ര ദൂരെയും പോയി എടുത്തു വന്നോളൂ. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഫസ്ലുക്കി സുബുല റബ്ബികി ദുലുലാ യഖ്റുജു മിൻ ബുതൂനിഹാ. എന്നാൽ യഖ്റുജു മിൻ ബുതൂനിഹാ, ആ ഈച്ചകളുടെ വയറുകളിൽ നിന്ന് പുറത്തു വരും. ചിന്തിക്കാൻ വകുപ്പുണ്ട്. യഖ്റുജു മിൻ ബത്നിഹാ എന്നല്ല, യഖ്റുജു മിൻ ബുതൂനിഹാ. ആ ഈച്ചയുടെ വയറുകളിൽ നിന്ന്. ഒരു ഈച്ചക്ക് പല അറകളുണ്ട്, പല വയറുകളുണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ അവിടെ അന്തിച്ചു നിൽക്കേണ്ടി വരില്ല. പല ഈച്ചകളുടെ വയറുകളിലൂടെയാണ് പുറപ്പെടുന്നതെങ്കിൽ യഖ്റുജു മിൻ ബുതൂനിഹാ, അവയുടെ വയറുകളിൽ നിന്നും
അവളുടെ വയറുകളിൽ നിന്നെന്നും. രണ്ടും പറയാൻ പറ്റിയ ഭംഗിയുള്ള വാചകമാണ് മിൻ ബുതൂനിഹാ. എന്താണ് ഖുർആനിനോളം ഫിറ്റായ ഒരു ഗ്രന്ഥം, ഖുർആനിനോളം കാലഘട്ടത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ലോകത്താർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ലികുല്ലി നബഇൻ മുസ്തഖർ, എല്ലാ വാക്കിനും എല്ലാ വാർത്തക്കും ഒരു സ്ഥിരീകരണമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ അതാണ് ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കണ്ടെത്തിയ ഈ വിഷയങ്ങള് ഇന്ന് നാം അനുഭവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. എന്താണ് പരലോക ചിത്രം? എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നൊക്കെ ഇതുപോലെ വിശ്വസിച്ചോളണം. അതിനുവേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ധാരാളം ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാണ്ട് ഒന്ന് പറഞ്ഞത് അതിനാണ്. നമുക്കിപ്പോ ഖിയാമത്ത് നാളിന്റെ ചിത്രം കിട്ടാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം സൂറത്തു തക്വീർ. അതിലെ വാക്കുകൾ നമുക്ക് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം, അപ്പോഴേക്ക് സമയം കഴിയും. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു ഗദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദതു സുഇലത്. തുടർന്നുണ്ട്. ആദ്യം ഞാൻ സൂറത്തു തക്വീറിന്റെ സന്ദേശം ഒന്ന് പറയാം. സൂറത്തു തക്വീറിൽ അല്ലാഹ് പറയുന്നത് സർവലോകനാശത്തിന്റെ മുമ്പുള്ള 6 കാര്യം, സർവലോകനാശം കഴിഞ്ഞ് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് പരലോകത്തിന്റെ 6 ചിത്രം, എന്നിട്ട് രക്ഷാശിക്ഷ. അങ്ങനെ 12 കാര്യങ്ങളാണ് സൂറത്തു തക്വീറിൽ ഭീതിതമായ 12 രംഗങ്ങളാ പറയുന്നത്. അതിൽ നമ്മൾക്കിപ്പോ കിട്ടേണ്ടത് ഏതാണ്? ആദ്യത്തെ 6. കാരണം അതാണല്ലോ സർവലോകനാശം. ഖിയാമത്ത് നാൾക്ക് അങ്ങോട്ട് എത്തണുള്ളൂ, ഖിയാമത്ത് നാൾ സംഭവിക്കുള്ളൂ. ഇന്ന് ഇൻഷാ അല്ലാഹ് പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ജനങ്ങൾ 3 വിഭാഗമായിട്ട് എഴുന്നേൽക്കുന്നത് നമുക്ക് നാളെ ചർച്ച ചെയ്യാനുള്ളത്. 3 വിഭാഗം ജനങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് അത്ര ചർച്ച ചെയ്യാം. ഇദ ശംസു കുവ്വിറത്, ശരിക്കും ആ ചിത്രം നിങ്ങൾക്ക് കിട്ടും. സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ വഇദൻ നുജൂമു ഗദറത് വഇദൻ നുജൂമു ഗദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നുതിർന്ന് വീഴാൻ തുടങ്ങിയാൽ വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറത്തപ്പെട്ടാൽ വഇദൽ ഇശാറു ഉത്തിലത്, 10 തികഞ്ഞു നിൽക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വഇദൽ ബിഹാറു സുജ്ജിറത്, കടലുകളായ കടലുകളൊക്കെ കത്തിക്കപ്പെട്ടാൽ വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത്. അതുപോലെ തന്നെ ഇണകളെ എന്ന് പറഞ്ഞാൽ പറ്റിയവരുടെ കൂടെ ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ വഇദൻ നുഫൂസു സുവ്വിജത്, അതോടുകൂടി പുനരുത്ഥാനം അങ്ങാകും. അതുവരെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നന്നായി വിശദീകരിച്ചു ഈ ആയത്തുകളെ ഒരു ഹദീസിലൂടെ. അത് തന്നെ നമുക്കങ്ങ് പരിചയപ്പെടാം. നബി പറഞ്ഞു, ജനങ്ങളൊക്കെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കും. ഖിയാമത്ത് നാൾ നടക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കും. ഖിയാമത്ത് നാളില് എല്ലാവരും അവരൊക്കെ അവരവരുടെ വേലകളിൽ അവരവരുടെ ജോലികളിൽ ഇങ്ങനെ വ്യാപൃതരായി നിൽക്കുന്നതിന്റെ ഇടയിലായിരിക്കും. കുറെ അങ്ങാടി സാധനം വാങ്ങായിരിക്കും, കുറെ അവരുടെ ജോലികളിലായിരിക്കും, ബിസിനസ്സുകാരായിരിക്കും, അങ്ങനെ യാത്രക്കാരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോഴായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ചെറിയ ഒരു സമയം പെട്ടെന്നതാ സൂര്യനങ്ങ് നശിക്കുന്നു, സൂര്യനങ്ങ് ഇല്ലാതെയാവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതാണ് ഇദ ശംസു കുവ്വിറത്, സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ. ശാസ്ത്രം പറയുന്നത് സൂര്യൻ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ മരണം, ഭൂമിയുടെയും മരണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ മാത്രം വിശാലമായ സമയം നമുക്കില്ല. സൂര്യന്റെ മരണം ഇന്ന് ശാസ്ത്രം സ്ഥിരീകരിച്ചതാ. സൂര്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാലത്ത് സൂര്യൻ തീരും. ഖുർആൻ പറഞ്ഞു, ഇദ ശംസു കുവ്വിറത്, സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണല്ലോ. വേറെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അള്ളാഹുവാണ് പറയുന്നത്. വേറെ ഉള്ളതൊക്കെ നമ്മൾ ടച്ച് ചെയ്തു പോകാനുള്ള കാരണം നമുക്കൊന്നും കൂടെ ഈമാൻ വർദ്ധിക്കാനാണ്. അല്ലാഹ് പറഞ്ഞതൊന്നും കൂടെ ബോധ്യപ്പെടാൻ മാത്രമാണ്. നമുക്ക് നേരത്തെ എല്ലാം സത്യമാണെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചവരാണ് നമ്മൾ. എന്നാൽ സംശയമുള്ളവർക്കത് കൂടുതൽ ഫലിക്കുമെന്ന് കരുതിയ ഇദ ശംസു കുവ്വിറത്, അങ്ങനെ പെട്ടെന്ന് സൂര്യനങ്ങില്ലാതെയാവും.
സൂര്യൻ പെട്ടെന്ന് അങ്ങിരുട്ടായി പോകുമ്പോൾ എല്ലാവരും ബേജാറായി, എല്ലാവരും